ധരണീഗർഭസംഭൂതം വിദ്യുൽകാന്തിസമപ്രഭം കുമാരം ശക്തിഹസ്തം ച മംഗളം പ്രണമാമ്യഹം. കുമാരനും സുബ്രഹ്മണ്യനും ശക്തി എന്ന ആയുധം, വേലെന്ന ആയുധം കൈവശമുള്ളവനുമായ ആ ചൊവ്വയെ ഞാൻ നമസ്കരിക്കുന്നു. ചൊവ്വ പുരുഷരാശിയിൽ സഞ്ചരിക്കുമ്പോൾ നാം ചിന്തിക്കുന്നത് സുബ്രഹ്മണ്യനെയും, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈൻ സ്ത്രീരാശിയിൽ സഞ്ചരിക്കുമ്പോൾ ചിന്തിക്കുന്നത് സാക്ഷാൽ ഭദ്രകാളിയെയും ആകുന്നു. ചാമുണ്ഡി, ഭദ്രകാളി തുടങ്ങിയ തമോമൂർത്തികളെയാണ് ചൊവ്വ യുഗ്മരാശിയിൽ, സ്ത്രീരാശിയിൽ ഫെമിനൈൻ സൈനിൽ നിൽക്കുമ്പോൾ ചിന്തിക്കുന്നത്. പുരുഷരാശിയിലാകട്ടെ ഓജരാശിയിലാകട്ടെ സുബ്രഹ്മണ്യനെയും. 12 രാശികളിൽ 6 രാശികൾ ഓജരാശികളും 6 യുഗ്മരാശികളുമാകുന്നു. ഏതൊക്കെ രാശികളാണ് ഓജരാശികൾ അഥവാ പുരുഷരാശികൾ എന്ന് പ്രിയമുള്ള പ്രേക്ഷകർ അറിയുന്നത്? മേടം, മിഥുനം, ചിങ്ങം, തുലാം, ധനു, കുംഭം. ഈ 6 രാശികളാകുന്നു പുരുഷരാശി അഥവാ ഓജരാശി. ഈ ഓജരാശികളിൽ ചൊവ്വ സഞ്ചരിക്കുമ്പോൾ ചൊവ്വ സുബ്രഹ്മണ്യൻ്റെ ഫലത്തെ പ്രദാനം ചെയ്യും. യുഗ്മരാശികളായ ഇടവം, കർക്കിടകം, കന്നി, വൃശ്ചികം, മകരം, മീനം ഈ രാശികൾ സഞ്ചരിക്കുമ്പോൾ സാക്ഷാൽ ചാമുണ്ഡി, ഭദ്രകാളി മുതലായ ദേവതകളെയും നാം ചിന്തിക്കുന്നു. ഇവിടെ ചൊവ്വ സ്വന്തം ക്ഷേത്രമായ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്ക് പ്രയാണം ആരംഭിച്ചിരിക്കുന്നു. 45 ദിവസക്കാലമാണ് ചൊവ്വ ഇടവൻ രാശിയിൽ നിൽക്കുന്നത്. ജൂൺ 20 ചൊവ്വയുടെ ഇടവൻ രാശിയിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചു. അത് ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ 43 ദിനങ്ങൾ ചൊവ്വ ആ രാശിയിൽ ഇടവൻ രാശിയിലേക്ക് വരുന്നു. ഇവിടെ ഇടവൻ രാശി ചൊവ്വയെ സംബന്ധിച്ചോളം സുക്ഷേത്രമാണ്. ശുക്രനും ചൊവ്വയും പരസ്പരം സുഹൃത്തുക്കളാണ്. ചൊവ്വാക്ഷേത്രത്തിൽ ശുക്രൻ വന്നാലും ശുക്രക്ഷേത്രത്തിൽ ചൊവ്വ വന്നാലും അല്ലെങ്കിൽ പരസ്പരം ക്ഷേത്രങ്ങൾ മാറി നിന്നാലും പല വിഷയങ്ങളിലും, പ്രത്യേകിച്ച് സ്ത്രീ വിഷയങ്ങളിൽ അത്ര നല്ലതല്ല. ഇവിടെ ചൊവ്വയുടെ ആശ്രയഫലം എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കണം. ഇടവരാശിയിൽ ചൊവ്വ നിൽക്കുമ്പോൾ യുവതി ജിതാൻ സുഹൃക്ഷു വിഷമാൻ പരദാരരതാൻ കുഹക സുവേഷ ഭീരു പരുഷാൻ സിതഭേ ജനയേത്. യുവതികൾ തന്നെ ജയിക്കുമെന്നാണ്, അല്ലെങ്കിൽ തനിക്ക് യുവതികളെ ജയിക്കാം. സുഹൃത്സു വിഷമാൻ സൗഹൃദത്തിന് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. പരദാരരതാൻ അന്യരുടെ സ്ത്രീകളെ ആഗ്രഹിക്കും. ഭീരു പരുഷാൻ വളരെ പരുഷത്തോടുകൂടി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പരുഷമായി പെരുമാറും. പാരുഷ്യത്തോടുകൂടി പെരുമാറും. ഭീതനാകും. ഇതൊക്കെയാണ് ഇടവൻ രാശിയിലെ ചൊവ്വയുടെ ഫലം. അതിനാൽ നാം മേടം മുതൽ 12 രാശിക്കാരുടെയും ഇടവൻ രാശിയിലേക്കുള്ള ചൊവ്വയുടെ 43 ദിവസത്തെ പ്രയാണം എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയത്തെ ചർച്ച ചെയ്യുന്നു. പ്രിയമുള്ള പ്രേക്ഷകർ ശ്രദ്ധിക്കുക. ചാരവശാൽ മീനൻ രാശിക്കാർക്ക് ചൊവ്വ നിൽക്കുന്നത് അതിശക്തമായ 3-ാം ഭാവത്തിലാണ്. 2 ഭാവങ്ങളുടെ അധിപനാണ് മീനൻ രാശിക്കാർക്ക് ചൊവ്വ. ഒന്ന് അവരുടെ വാഗ്പതിയാണ്, അവരുടെ ധനമാണ്. മറ്റൊന്ന് അവരുടെ ഏത് ഭാവമാണ്? 9-ാം ഭാവമാണ്. പൈതൃകമായ അനുഭവങ്ങളാണ് ഒക്കെ ചിന്തിക്കേണ്ടത്. ഇവിടെ ചൊവ്വ ഏത് ഭാവത്തിലേക്ക് നോക്കുന്നു? സ്വന്തം ഭാവത്തിലേക്ക് നോക്കുന്നു. ഏതൊരു ഗ്രഹം സ്വന്തം ഭാവത്തിൽ നോക്കിയാൽ അത് രാജയോഗമാണ്. ഇവിടെ ജാതകത്തിലേക്ക് മീനൻ രാശി എന്നല്ല എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. പുരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രക്കാർക്ക് ആണ് മീനൻ രാശി എന്ന് പറയുന്നത്. ഇവിടെ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുന്നു. മതിവിക്രമവാൻ തൃതീയകെ അർക്കേ. 3-ൽ സൂര്യൻ വന്നാലും ചൊവ്വ വന്നാലും ശനി വന്നാലും ബുദ്ധിയും വിക്രമവും പ്രകടിപ്പിക്കും. ഇവിടെ വളരെയധികം ഊർജ്ജസ്വലതയോടുകൂടി ചില കാര്യങ്ങളൊക്കെ ആവേശത്തോടുകൂടി മുഷ്കോടുകൂടി തനിക്ക് കൈവരുത്താൻ കഴിയുന്ന സമയമാണ്. കുതോ ബാഹുവീര്യം കുതോ ബാഹുലക്ഷ്മി തൃതീയ നജൻ മംഗലോ മാനവാനം. 3-ൽ ചൊവ്വയുണ്ടെങ്കിൽ ബാഹുവീര്യം, ബാഹുക്കൾക്ക് ബലമുണ്ടാകും, ബാഹുബലിയാകും. ബാഹുലക്ഷ്മി, ബാഹുക്കളെ കൊണ്ട് ലക്ഷ്മിത്വം നേടും. ഈ സമയത്തൊക്കെ റെസ്ലേഴ്സ് അല്ലെങ്കിൽ കരാട്ടെ അല്ലെങ്കിൽ കളരിയായി ബന്ധപ്പെടുന്നവർക്കൊക്കെ തന്നെ പെട്ടെന്ന് തന്നെ ചാമ്പ്യൻഷിപ്പൊക്കെ നേടാൻ ഏറ്റവും നല്ല സമയമാണ്. മാർഷൽ ആർട്സുമായി ബന്ധപ്പെടുന്ന, സ്പോർട്സുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളിൽ വളരെയധികം മുന്നോട്ട് പോകാം. പലപ്പോഴും കൈകൾക്ക് പരിക്ക് വരും. കൈകളെ വളരെയധികം ശ്രദ്ധിക്കണം. 3-ൽ നിൽക്കുന്ന ചൊവ്വ സഹോദരങ്ങൾക്ക് അത്ര നല്ലതല്ല. കാരണം ചൊവ്വ സഹോദര കാരകനാണ്. സഹോദര കാരകനായ ചൊവ്വ 3-ാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ആ ഭാവത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. അതിനാൽ സഹോദര വിഷയത്തിൽ ജാഗ്രത വേണം. അതുപോലെ പിതാവുമായി ബന്ധപ്പെടുന്നവർക്കൊക്കെ മൂത്രാശയ സംബന്ധമായ, പല്ല് സംബന്ധമായ രോഗങ്ങളൊക്കെ വരിക. സഹോദരങ്ങളൊക്കെ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അപകടങ്ങൾ, ശിരോജന്യമായ രോഗങ്ങളും അപകടങ്ങളും വരാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് അറിയണം. പിന്നീട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം സഹോദര്യത
ബാഹുരോഗം വിരത്തി. സഹോദരങ്ങളെ ദുഃഖമുണ്ടാകുന്നു, കൈകൾക്ക് പരിക്കുണ്ടാകുന്നു. തപോദാനതോ ഹാസ്യവൃദ്ധ്യം തദാനും. തപസ്സിന് പുറപ്പെടുക അല്ലെ പ്രാർത്ഥനയ്ക്ക് പുറപ്പെട്ട് ഹാസ്യത്തിന് പരിഹാസപത്രമാകും. അതിനാൽ തപസ് അല്ലെങ്കിൽ പ്രാർത്ഥന അല്ലെങ്കിൽ തീർത്ഥാടനത്തിന് പോകുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പോവുക, മറ്റുള്ളവരുടെ പ്രേരണയോടുകൂടി പോവുകയാണെങ്കിൽ പരിഹാസനാവുന്നൊരവസ്ഥ വരും. ആ അവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ. ധർമ്മദൈവ സങ്കേതങ്ങൾ പ്രത്യേകിച്ച് പിതാവിൻ്റെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ നടത്തി അവിടെ വഴിപാടുകളൊക്കെ ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ശോഭനമായ മീനൻ രാശിക്കാർക്ക് നല്ലൊരു ചൊവ്വയുടെ മാറ്റത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.